ഹലോ ഗൈസ്, വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ നമുക്ക് 4 മണി പലഹാരം ഉണ്ടാക്കാനൊരു ആഗ്രഹം വന്നു. അങ്ങനെ നമ്മളിതാ മുട്ട ബജ്ജി ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കായം, അതൊക്കെ കൂടി നന്നായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കണം, എന്നാലേ നമുക്ക് മുക്കി പൊരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പരിവാക്കി എടുക്കുക മാവ്. അതിന് ശേഷം നമുക്ക് എഗ്ഗ് ബോയിലായി വന്നതിന് ശേഷം അത് വെള്ളമൊഴിക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് അത് രണ്ടാക്കി ഇങ്ങനെ മുറിക്കണം. അങ്ങനെ നമ്മുടെ എഗ്ഗ് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ചൂടാക്കാൻ എണ്ണയിലിട്ട് മുക്കി പൊരിക്കാനുള്ള അടുത്ത സ്റ്റെപ്പ് നോക്കാം. ആദ്യം തന്നെ പാൻ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ആൻഡ് ബാറ്ററിൽ മുക്കുക, ഇടുക. റിപ്പീറ്റ് ദ പ്രോസസ് വൺസ് മോർ. അങ്ങനെ നമ്മൾ 4 മുട്ടയും അങ്ങനെ പൊരിച്ചിരിക്കുന്നു. അങ്ങനെ ഏകദേശം റെഡി ആവാറൊക്കെ ആയി നമ്മുടെ ബജ്ജി. അങ്ങനെ നമുക്ക് ബജ്ജി ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് കോരി മാറ്റാം. അപ്പോൾ എണ്ണ അത് ട്രാൻസ്ഫർ ചെയ്തെടുത്തോളും. അപ്പോൾ നമ്മൾ അത് കോരി മാറ്റി. പിന്നെ എന്താ, കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കട്ടൻ ചായയുടെ കൂട്ടി അങ്ങ് കഴിക്കാം. അങ്ങനെ എഗ് ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സോസും കൂട്ടി കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുകയാണേ. ഗായ്സ്, ഇതൊരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ, നിങ്ങൾ ട്രൈ ചെയ്യുക. ബൈ ബൈ.